ആട് 3 ഇറങ്ങുന്നു എന്ന് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ തന്നെ ഓൾറെഡി ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇപ്പം ഓരോ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിങ്ങൾ ചെയ്ത പ്രൊമോഷൻ രീതി എല്ലാം ഡിഫറെന്റ് ആണ്. ഇപ്പൊ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഫസ്റ്റ് പോസ്റ്റർ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഇത് ആട് 3 എന്താണ്, ഒരു വിന്റേജിലോട്ടാണ് പോകുന്നത്, എന്താണെന്ന് ഒരു ഗ്രാഫ കിട്ടുന്നില്ല. ട്രെയിലർ ഇറങ്ങിയപ്പോൾ വേറൊരു എല്ലാം കൺഫ്യൂസ് ചെയ്ത്. എന്താണ് ശരിക്കും പ്രേക്ഷകർ ആട് 3 എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു ഫൺ റൈഡ് ആണോ? തീർച്ചയായും. കാരണം ഇന്നലെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായത് നമ്മുടെ രാജാവിൻ്റെ ക്യാരക്ടറൈസേഷൻ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ നിങ്ങൾ കണ്ടതാണ്. നമ്മുടെ സിനിമയുടെ സ്വഭാവം പൂർണ്ണമായും വെളിവാക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസ്, സ്പെക്യുലേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനിൽ ഫ്ലോട്ട് ആവുന്നുണ്ട്. എന്നാലും ഏറെക്കുറെ നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ് ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നത്. നിങ്ങൾക്കത് ആദ്യത്തെ സെക്ഷൻ ഓഫ് പോസ്റ്റേഴ്സിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. ഒരു കാലഘട്ടത്തിൻ്റെ കഥ കൂടിയുണ്ട് നമ്മുടെ ആട് 3-ൽ. ഇത്തവണ നമ്മൾ ഒരു ടൈം ലൈനും കൂടി കൂടുതൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അപ്പം മറ്റൊരു ടൈം ലൈനിൽ ഒരു ഭൂതകാലത്തിൽ എന്ന് വിളിക്കാവുന്ന ഒരു കാലത്തിൽ ഇവരുടെ ലുക്ക് ആൻഡ് ഫീലുള്ള മറ്റൊരു കൂട്ടം പുതിയ ക്യാരക്ടേഴ്സ്, ഒരു ആട് 1-ൽ എങ്ങനെ ഷാജി പാപ്പനും സർബത്ത് ഷമീറും അറക്കലവും ഒക്കെ വന്നോ അതുപോലെ ഒരു കൂട്ടം ആളുകൾ കൂടി നമ്മുടെ ആടിൻ്റെ യൂണിവേഴ്സിലേക്ക് വരികയാണ്. ആക്ച്വലി ആട് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞൊരു തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും ഇപ്പം ഒരു 6-7 പുതിയ ക്യാരക്ടേഴ്സിൻ്റെ അഡീഷൻസോടുകൂടി നമ്മുടെ യൂണിവേഴ്സ് ഒന്നും കൂടി വലുതായിരിക്കുകയാണ്. നിങ്ങൾക്ക് അവരെ വേണമെങ്കിൽ മറ്റൊരു ടൈം ലൈനിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരേ രൂപസാദൃശ്യമുള്ള ആളുകൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പുനർജന്മങ്ങൾ എന്ന് വിളിക്കാം. എങ്ങനെയാണെങ്കിലും നമ്മുടെ പടത്തിലേക്ക് ഒരു ടൈം ലൈൻ കൂടെ ആഡ് ചെയ്യപ്പെടുകയാണ്. ബേസിക് ഫ്ലേവറിലൊന്നും ഒരു മാറ്റവും ഇല്ല. നമ്മുടേത് ഹ്യൂമർ പടം തന്നെയാണ്. അത് നിങ്ങൾ കണ്ടതാണ് ട്രെയിലറിൽ. പിന്നെ സ്കെയില്, ക്യാൻവാസ്, സ്കോപ്പ്, പ്രൊഡക്ഷൻ വാല്യൂ എല്ലാം നമ്മൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കൂടുതൽ ഒരുപാട് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് കഥ ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. കാരണം ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും ആട്. നമ്മുടെ സിനിമയുടെ സ്ലാപ്സ്റ്റിക് സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഫാൻറ്റസി എലമെൻറ്റുകൾ ചേർത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് എപ്പിക് ഫാൻറ്റസി എന്ന് വിളിക്കാവുന്ന ഒരു രൂപത്തിലേക്കാണ് ഇത്തവണ ആട് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. ആടിൻ്റെ 3-ാം ഭാഗം ഒരു വ്യത്യസ്തമായൊരു സിനിമാനുഭവമായിരിക്കും. ഒരു വ്യത്യസ്തമായൊരു കോമഡി സിനിമയായിരിക്കും. വിജയ് ചേട്ടാ, അതേപോലെ ഇപ്പം ടൈറ്റിൽ തന്നെ ഇത് ആട് 3 1 ലാസ്റ്റ് റൈഡ് പാർട്ട് 1 എന്നാണ്. അതായത് ഒരു പാർട്ട് 2 ഉണ്ടെന്ന് ഓൾറെഡി അനൗൺസ് ചെയ്യുക. അതൊരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ലേ? ഓൾറെഡി ഒരു പടം അത് പ്രേക്ഷകൻ എടുക്കോ ഇല്ലയോ, വിജയിക്കോ ഇല്ലയോ എന്ന് പോലും അറിയാതെ ഇതിനൊരു പാർട്ട് 2 ഉണ്ട്, വന്നിരിക്കും എന്ന് ഒരു പ്രോമിസ് കൊടുക്കുന്ന ചെറിയൊരു കാര്യമില്ല. ആ കോൺഫിഡൻസ് ഞാൻ ആട് 1 ഇറങ്ങിക്കഴിഞ്ഞാൽ ആട് 2 ചെയ്തപ്പോൾ ചെയ്തിരുന്നല്ലോ. അന്നും ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. ആട് 1 ഒരു ബോക്സ് ഓഫീസ് പരാജയമായിരുന്നിട്ട് ആട് 2 എങ്ങനെയാണ് ഇറക്കുന്നതെന്ന് നമ്മളോട് മീഡിയ മാത്രമല്ല തിയേറ്ററുകാർ ചോദിച്ചു, ഇൻഡസ്ട്രി ചോദിച്ചു. അതേ കോൺഫിഡൻസ് തന്നെയാണ് ആട് 3 ഇറങ്ങുമ്പോൾ പാർട്ട് 2 ഈ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിനെ മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്കം സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആ ഫ്ലേവറും നമുക്കറിയാം, ഓഡിയൻസ് എന്താണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ ഇതിൽ ആ ക്യാരക്ടേഴ്സിനോടൊപ്പം തന്നെ അവർ തന്നെ പെർഫോം ചെയ്യുന്ന, വേണമെങ്കിൽ പുനർജന്മം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതേ ടൈം ലൈൻസ്, പണ്ടത്തെ ടൈം ലൈൻസിൽ ജീവിച്ചിരുന്ന വേറൊരു ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കാം. അത് ഓരോരുത്തരുടെ ഇമാജിനേഷൻ പോലെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആട് 1 കഴിഞ്ഞ് ആട് 2 ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ക്യാരക്ടേഴ്സിനെ ആളുകൾ ജനങ്ങളോട് മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഒരു കഥയോടൊപ്പം അല്ലെങ്കിൽ ഹ്യൂമർ ഫ്ലേവറോടൊപ്പം കൊണ്ടുവന്നാൽ മലയാളികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് ഉള്ളത് കൊണ്ടാണ് ആട് 2 അത് ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. ആട് 3 വരുമ്പോൾ നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്കെയിൽ വലുതാണ്. ഇതിലൊരു കുറച്ചും കൂടെ ഡെപ്തുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അപ്പം മറ്റത് ഇപ്പം ആട് 1-ൽ മിഥുൻ പറയുന്നതായിരിക്കും കറക്റ്റ്, നീലക്കുടുവയിൽ. അപ്പം എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആട് 1-ൽ നമ്മളൊരു പെട്ടിയിലടച്ച നീലക്കുടുവയിലേക്ക് പിന്നാലെ ഓടി. ആട് 2-ൽ നമ്മളൊരു പെട്ടിയിലടച്ച ഒരു കമ്മട്ടത്തിൻ്റെ പിന്നാലെ ഓടി. ആട് 3-ലും ആ ഓട്ടം പാപ്പനും സംഘവും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. 2 ടൈം ലൈനിൽ ചിലപ്പം ഓടിയെന്ന് വരും. ഇത്രേ ഉള്ളൂ വ്യത്യാസം. ബേസിക്കലി ആ പഴയൊരു ടൈം ലൈൻ സൃഷ്ടിച്ചെടുക്കാൻ
ഇത്തിരി കഷ്ടപ്പെട്ടു. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ കോൺഫിഡൻസ് തന്നെയാണ് പാർട്ട് 3 എടുക്കാനും. നമുക്കിപ്പോൾ പാർട്ട് 2 എന്തെങ്കിലും പോരായ്മകളുണ്ടെന്ന് ജനങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് അടുത്ത പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള ഉറപ്പ് നൽകുന്നത് കഥ, അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. അത് ആദ്യം ഞങ്ങൾ പറയാതിരുന്നത് ഈ ഓൺലൈൻ മീഡിയയിൽ ഒരുപാട് കഥകൾ വരട്ടെ ഓരോന്നോരോന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാം. എന്നിട്ട് അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഈ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഞങ്ങൾ വെച്ചത്. അതേപോലെ തന്നെ ഇത് ഇറങ്ങുന്ന റിലീസ് ദിവസം തന്നെ 2 പടങ്ങൾ ഇറങ്ങുന്നത്. അതും 2 ഹെവി പടങ്ങൾ തന്നെയാണ്. ടോക്സിക്കും ഉണ്ട്, ദുരന്തവും ഉണ്ട്. അപ്പം എങ്ങനെയാണ് അതിനെ ഇപ്പോൾ തിയേറ്റേഴ്സിന്റെ എണ്ണം ഇപ്പോൾ പ്രേക്ഷകർ ഏതിനെ കയറും അല്ലെങ്കിൽ ഏതധികം ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ? അല്ല, ഇതുപോലൊരു സീസൺ മലയാളത്തിൽ വളരെ കുറച്ച് സീസണുകളിലേ ഉള്ളൂ. ഇതുപോലൊരു സീസണിൽ വേറെ പടങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ മാത്രം ഒരിക്കലും അങ്ങനെ ഒരാളല്ലല്ലോ. അപ്പോൾ എന്തായാലും പടങ്ങൾ ഉണ്ടാവും. 2 അന്യഭാഷാ ചിത്രങ്ങൾ വരുന്നു. അതിലൊരെണ്ണം ഫസ്റ്റ് പാർട്ട് ഹിറ്റായ സിനിമ തന്നെയാണ്. വേറൊരെണ്ണം ഇതേപോലെ ഓൾ ഇന്ത്യ ലെവലിൽ ഇറങ്ങുന്ന ഒരു മാസ് സിനിമയാണ്. പക്ഷേ ആട് എന്ന് പറയുന്നത് മലയാളികളുടെ സ്വന്തം ഫ്രാഞ്ചൈസിയാണ്. മലയാളികൾ കഴിഞ്ഞ 8 വർഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം ആട് 3 എന്ന് വരും എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരവുമായി ഞങ്ങൾ വരികയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മലയാള സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആടിനെ സ്നേഹിക്കുന്ന ഞങ്ങൾ കൊണ്ടുവരുന്നു. ഇനി നിങ്ങൾ പറയോ അതിൻ്റെ കൂടെ വേറെ പടം ഉണ്ടായിരുന്നല്ലോ, ഇനി എന്ന് പറഞ്ഞ് ഞങ്ങളെ കാലുമായിരുന്നു നിങ്ങളെന്താ ഒറ്റക്കിറക്കാന് എന്നൊന്നും ചോദിക്കരുത്. പിന്നെ ഇത് ഒരു ക്ലീൻ വ്യൂ ചിത്രമാണ്, ഫാമിലി എൻ്റർടൈനർ. അപ്പോൾ ഒരു സമ്മർ കാലത്ത് ഹോളിഡേ തുടങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് ഹോളിഡേയ്സ് ഉള്ള അല്ലെങ്കിൽ എക്സാമുകളൊക്കെ കുറേ കഴിഞ്ഞു, പിന്നെ കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും എല്ലാ എക്സാമുകളും കഴിഞ്ഞു, കുട്ടികളും ഫ്രീ ആണ്. അപ്പോൾ ഫാമിലിയോടൊപ്പം ഒരുമിച്ച് വന്നിരിക്കാവുന്ന, അതായത് 18+ അല്ല, 10 വയസ്സോ 5 വയസ്സോ 2 വയസ്സോ ഉള്ള കുട്ടികൾക്ക് പോലും അമ്മയ്ക്കും അച്ഛനോടൊപ്പം വന്നിരുന്ന് എൻജോയ് ചെയ്യാവുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. അതാണ് നമ്മുടെ ഓഡിയൻസ്. ഇതൊരു ക്ലീൻ വ്യൂ ചിത്രമായിരിക്കും എന്നുള്ളത് 24 പടത്തിൻ്റെ സെൻസറിങ്ങിന് പോയ എനിക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു കട്ട് സെൻസർ പറഞ്ഞാൽ തന്നെ ഞങ്ങളത് കട്ട് ചെയ്യാൻ തയ്യാറുമാണ്. കാരണം ഇത് കുടുംബത്തോട് ഒരുമിച്ചിരുന്ന് വന്ന് കാണേണ്ട സിനിമയായതുകൊണ്ട് ആ ഓഡിയൻസ് ആടിലേക്ക് വരും എന്ന്, തുടക്കത്തിൽ തന്നെ ആടിലേക്ക് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ആടെന്നുള്ള സിനിമയാണ്. കാരണം ഇത്രയും പാർട്ടുകളായിട്ട് ഇറങ്ങുന്നത് വേറൊരു സിനിമ ഉണ്ടോന്ന് ഡൗട്ടാണ് മലയാളത്തിൽ പോലും. ഫ്രൈഡേ ഫിലിംസിന് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ട് പോലെ തന്നെ ആയിരിക്കും അല്ലേ? ദൃശ്യം കഴിഞ്ഞാൽ ആടിറ്റുവായെന്നുള്ളതുകൊണ്ടാണ് ദൃശ്യത്തിന് 2 ആഴ്ച മുമ്പേ ഞങ്ങൾ ഇറങ്ങുന്നത്. ഇതിന് 2 കാലഘട്ടമായിരുന്നല്ലോ, 2 കാലഘട്ടം ചിത്രീകരണമായിരുന്നു. അതുപോലെ താങ്കൾ പറഞ്ഞ പോലെ 2 കാലഘട്ടം ചിത്രീകരണം താങ്കൾക്ക് ഏറ്റവും റിസ്കി ആയിട്ട് ഒരു ഡയറക്ടർ എന്ന നിലയിലേക്ക് തോന്നിയത് എന്തായിരിക്കും? 2 കാലഘട്ടവും 2 രീതിക്കാണ് ചിത്രീകരണം, കുറേ ദിവസങ്ങൾ ഏറ്റെടുത്ത് ഉണ്ടായിരുന്നു. ആ ഏറ്റവും റിസ്ക് ഏതായിരുന്നു ആ 2 കാലഘട്ടം ഷൂട്ട് ചെയ്യുമ്പോൾ താങ്കൾക്ക് ഡയറക്ടർ എന്ന നിലയിലേക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും? തീർച്ചയായും എഴുതുമ്പം നമുക്കങ്ങനെ കാലഘട്ടങ്ങളുടെ ഡിഫറൻസ് വലുതായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ഹ്യൂമർ 2 കാലഘട്ടത്തിലും വർക്കൗട്ട് ആക്കുക എന്നുള്ള ഫോക്കസേ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് എക്സിക്യൂഷനിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ചലഞ്ചസ് നേരിടുക. കാരണം ഒരു 10-25 കുതിരകളൊക്കെ സിംഗിൾ ഫ്രെയിമിൽ വരിക എന്ന് പറഞ്ഞാൽ, ഞാനങ്ങനെ കുതിരകളൊന്നും ഇതിനും ഒരുപാട് വെച്ച് ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു വലിയ ഒരു എപ്പിക് സെറ്റപ്പിലേക്ക് ചെല്ലുമ്പം അത് റിയലി ചലഞ്ചിങ് ആയിരുന്നു. കാരണം 5-6 ഷോട്ടുകളൊക്കെ മാത്രം എടുക്കാൻ പറ്റുന്ന ദിവസം ആക്ടേഴ്സ് ഹോഴ്സ് റൈഡിങ് പഠിക്കണം. അങ്ങനെ ഒരു കൂട്ടം ആക്ടേഴ്സ് ആ ഭാഗത്തൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഹോഴ്സ് റൈഡിങ് പഠിച്ച് അത് ഇവരുമായിട്ട് കുതിരകൾ സെറ്റാവണം. അതിനിടയിൽ മഴ പെയ്യുന്നു. അങ്ങനെ ഇപ്പം ഞങ്ങളൊരു 130ഓളം ദിവസം ഷൂട്ട് ചെയ്തത് ഏകദേശം 10 മാസത്തോളം എടുത്താണ്. മഴ ഒരു വലിയ ചലഞ്ചായിരുന്നു. ഇട്ട സെറ്റുകൾ കുറേ നശിച്ചുപോയി. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് നമ്മളിപ്പം റിലീസിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഭൂതകാലം ഷൂട്ട് ചെയ്തപ്പം, പാസ്റ്റ് ടൈം ലൈൻ ഷൂട്ട് ചെയ്തപ്പം ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ചലഞ്ചിങ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഭയങ്കര കമ്പല്ലിങ് സിനാരിയോ ആയിരുന്നു. കാരണം നമ്മളിതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്തപ്പം എല്ലാവർക്കും അതൊരു കൗതുകമായിരുന്നു. ആ കൗതുകമാണ് നമ്മൾ ട്രെയിലറിൽ കാണുന്ന
പാസ്റ്റ് ടൈം ലൈൻ വരുമ്പോൾ ഉള്ള വിഷ്വൽസിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂ, ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് എല്ലാവരും നമ്മുടെ DOP ആണെങ്കിലും നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രൊഡക്ഷൻ ടീമിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഷൂട്ടിംഗ് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അപ്പം അത് എൻ്റർടൈൻമെൻറ്റ് ആക്കാനായിരുന്നു ഞങ്ങൾ ഈ കഷ്ടപ്പാടുകൾക്കിടയിലും ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 150 രൂപ കൊടുത്ത് സിനിമ കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിനിമയ്ക്കും ഒരേ കഷ്ടപ്പാട് തന്നെയാണ്. ബട്ട് ചലഞ്ചിങ് ഓഫ് കോഴ്സ് ഇതായിരുന്നു, ഭൂതകാലം ഷൂട്ട് ചെയ്യലായിരുന്നു. ഈ രണ്ട് കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ചിരിക്കണം അല്ലേ, പ്രേക്ഷകർ ചിരിപ്പിക്കാനാണ് രണ്ട് കാലഘട്ടവും ഉപയോഗിക്കുന്നത് നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞത്. അപ്പൊ അതിന്റെ രണ്ട് കാലഘട്ടത്തിൽ മീറ്ററിന്റെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ഡയറക്ടറും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടായിരുന്നു. അത്തരം ഒരു ശ്രദ്ധ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ വേണ്ടി വന്നിരുന്നത്? അവരുടെ നമുക്ക് ചിരിക്കണം, രണ്ട് കാലഘട്ടം ചിരിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിരിക്കും മീറ്റർ പോകേണ്ട, കറക്റ്റ് മീറ്ററിൽ തന്നെ പോകണം. അതിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തിയത് ഏതിലായിരിക്കും? അതിൽ ഭൂതകാലത്തിലെ കോമഡികൾക്ക് ഭാഷാപരമായ ചില പരിമിതികൾ വരും. നമ്മളിവിടെ അടിക്കുന്ന പോലത്തെ നമ്മുടെ മോഡേൺ സ്ലാങ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ എളുപ്പത്തിൽ ഒരു സാധനം പറഞ്ഞ് ഫലിപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം അവിടെ നമ്മൾ ചിലപ്പം കൊളോക്കിയൽ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന മലയാളം പറഞ്ഞ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് ആൾക്ക് മനസ്സിലായില്ല എന്ന് വരും. അങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്തെ ഭാഷ എന്ന് പറയുന്ന സാധനത്തിന് ഏറ്റവും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്തിട്ട് സംസാര ഭാഷയിലേക്കാക്കി, എന്നാൽ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണമല്ലോ. ആ ഡിഫറൻസ് ഫീൽ ചെയ്ത് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പറയുന്ന ഹ്യൂമറൊക്കെ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം ആ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഭാഷയെല്ലാം ഒരു അല്പം പഴയ കാലത്തേക്ക് വെച്ച് അതൊരു സംസാര ഭാഷയാക്കി മാറ്റി. അങ്ങനെ ഇപ്പം ഇദ്ദേഹം ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് എഞ്ചിനീയർ വറീദ് മാപ്പിള എന്നാണ്. വറീദ് മാപ്പിളയ്ക്ക് ഒരു കാരണവശാലും സർബത്ത് ഷമീർ പറയുന്ന പോലെ ആ ഭാഷാ പ്രയോഗം തന്നെ പറ്റില്ല. അപ്പം അത് ഇദ്ദേഹം ആസ് ആൻ ആർട്ടിസ്റ്റ് ഇദ്ദേഹം പറയുന്ന ഹ്യൂമറുകൾ നമ്മൾ പലതവണ പറഞ്ഞു നോക്കി, അത് നമ്മൾ നാട്ടുകാർക്ക് മനസ്സിലാവുകയും വേണം. അപ്പം അങ്ങനെ ഒരു ചിത്രീകരണ സമയത്ത് അങ്ങനെ ഭാഷാപരമായ ചില എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ചിട്ടുണ്ട്. അത് ഭാഷകളുടെ വ്യത്യാസമാണ്. ഈ വിജയബാബു കഴിഞ്ഞ ദിവസം എൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ജയസൂര്യ വരുമ്പോൾ ഒരു ബുക്കുമായിട്ടാണ് വരുന്നത്, കുറേ കാര്യങ്ങൾ എഴുതിയാണ്, പക്ഷേ ഒരു കാരണവശാലും മിഥുനൊരു സമ്മതിക്കില്ല. അങ്ങനെയാണ് നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും സംസാരിക്കുന്നത്, പിന്നെ എന്തെങ്കിലും ആട്ടെ എന്ന രീതിയിലേക്കുള്ള സംസാരത്തിൽ വരും. അതെങ്ങനെയായിരുന്നു? ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ജയേട്ടൻ ഭയങ്കരമായിട്ട് ഹ്യൂമർ സിനിമ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ജയേട്ടൻ ഒരുപാട് കാലം പല പ്ലാറ്റ്ഫോമുകളിൽ ഹ്യൂമർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു ഹ്യൂമർ സിറ്റുവേഷനെ ഇപ്പം നമ്മൾ ഹ്യൂമർ സിറ്റുവേഷൻ 10 രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാം. അങ്ങനെ ഒരു 6 or 7 രീതി ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ജയേട്ടൻ. അപ്പം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറെ വെച്ച് ഒരുപാട് ഹോംവർക്കുകളൊക്കെ ആയിട്ടാണ് വരിക. എന്നിട്ട് അത് അവിടെ വന്ന് നമ്മളിങ്ങനെ റിഹേഴ്സ് ചെയ്ത് അതിനകത്ത് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നതാണ് നമ്മൾ എടുക്കുക. അപ്പം അത് ജയേട്ടൻ ആട് 1 മുതൽ നമ്മൾ പിന്തുടരുന്ന ഒരു രീതിയാണ്. ഒരു ഹ്യൂമർ സിനിമ ഇനിയിപ്പോൾ ചേട്ടൻ വരികയാണെങ്കിൽ ചേട്ടൻ അത് പ്രിപ്പയർഡ് ആയിട്ട് ചേട്ടനെങ്കിൽ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടാവും. അതിനകത്ത് ചിലപ്പം നല്ല സാധനങ്ങൾ തിയേറ്ററിൽ രസകരമായിട്ട് വർക്കൗട്ട് ആവുന്ന സാധനങ്ങൾ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കും. അപ്പോൾ ചേട്ടനോട് വർക്ക് ചെയ്യുക എന്നുള്ളത് അങ്ങനത്തെ ഒരു മൂഡിലാണ് പോവുക. ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ ഓരോ സിനിമയിലും വന്നുകൊണ്ടിരിക്കുമല്ലോ. അതുപോലെ മുണ്ടിലും ജുബയിലും പറ്റാവുന്ന രീതിയിൽ ഉള്ള പരീക്ഷണങ്ങളാണ് നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ടത്. അത് ജയേട്ടൻ്റെയും സരിത ജയസൂര്യ ചേച്ചിയുടെയും ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ ചെറിയ ട്വീക്കിങ്ങുകൾ മോഡിഫിക്കേഷനുകൾ വരുത്തിക്കൊണ്ട് ആ പാപ്പനിസം നിലനിർത്തിക്കൊണ്ടുള്ള കോസ്റ്റ്യൂംസ് തന്നെയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഇവരുടെ ഗ്യാങ്ങിലുള്ളവരുടെ കഥാപാത്രങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ഗ്രാഫ് ഉണ്ട്. അപ്പം ചിലർക്ക് ഓവറായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റില്ല, ചിലർക്ക് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം ഇപ്പോൾ ആട് 1-ലുള്ളവരുടെ കഥാപാത്രങ്ങൾ ആട് 2-ലേക്ക് വന്നപ്പോൾ ഇച്ചിരി ഗ്രാഫ് കൂടി. അപ്പോൾ അബുവിന്റെ കഥാപാത്രമായാലും എല്ലാം അങ്ങനെ. അപ്പോൾ ആട് 3-ലേക്ക് വരുമ്പോൾ എത്രത്തോളം വ്യത്യാസമുണ്ടോ ഓരോ കഥാപാത്രങ്ങൾ? ഇച്ചിരി എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് കൂടുതലാണോ കുറയാണോ? എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് കൂടിയിട്ടുണ്ട് ഇത്തവണ ട്രെയിലറിൽ പ്രാതിനിധ്യം കണ്ടതുപോലെ സാത്താൻ സേവറിൻ്റെ ഏരിയ കുറച്ച് കൂടിയിട്ടുണ്ട്. ആ ക്യാരക്ടർ കഥയിൽ നിർണായകമായ ഒരു ഏരിയയിൽ പുള്ളീൻ്റെ സീനുകളുണ്ട്. പിന്നെ ക്യാപ്റ്റൻ ക്ലീറ്റസിൻ്റെ ഏരിയ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് 2 കാലത്തിലും. പിന്നെ സ്വാഭാവികമായും പടത്തിന് ആട് 2-നേക്കാൾ റൺ ടൈമുള്ള പടമായിരിക്കും. അപ്പം തന്നെ നമുക്ക് ക്യാരക്ടർ എക്സ്പ്ലോറേഷനൊക്കെ കുറച്ചും കൂടി സമയം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷാജി പാപ്പനും സംഘവും ഡ്യൂഡും സംഘവുമെല്ലാം മാറ്റമില്ലാതെ തുടരുന്നു. ഇക്കാലത്തും എല്ലാ കാലത്തും പ്രത്യേകിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ
അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലെ അവരുടെ ബേസിക് ക്യാരക്ടർ അതാണ്. അത് മാറുക എന്നുള്ളത്, അത് മാറുന്നിടത്ത് ആട് ഫ്രാഞ്ചൈസ് അവസാനിക്കുകയാണ്. ഷാജി പാപ്പൻ എന്ന് രക്ഷപ്പെടുന്നോ അന്ന് ആട് അവസാനിക്കും. അപ്പോൾ അവർ രക്ഷയില്ലാതെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രക്ഷപ്പെടുത്തില്ല. അതുപോലെ ഒരു സമയത്തൊരു വാർത്ത കേട്ടു, ആട് 3D ഇറങ്ങുന്നത്. അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും ചർച്ച വന്നിരുന്നോ, അതോ അത് മാറ്റിയതാണോ? കറക്റ്റ് ആട് 3D ചോദിക്കലും സൈജുവേട്ടനോടെ വന്നിരുന്നു. അദ്ദേഹമായിരുന്നു ആട് 3D ചെയ്യാന്നുള്ള പ്ലാൻ വെച്ചത്. ആക്ച്വലി അങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ ഇത്രയും വലുതായി മാറിയതിനു ശേഷം അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു സമയം അത്യാവശ്യം ദൈർഘ്യമുള്ളതാണ്, ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ പിന്നെ എപ്പിക് ഫാന്റസിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞപ്പം ആ ഒരു കോംപ്ലിക്കേഷൻ കൂടി നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ടൈം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, 3D കൺവേർഷന് വേണ്ടി മൊത്തം അതിനി തൽക്കാലം വേണ്ടാന്ന് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ഇനീഷ്യലി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അന്ന് സിനിമ ഇത്ര വലുതല്ലായിരുന്നു. റൈറ്റിംഗ് സ്റ്റേജിൽ നമ്മളൊരു ബേസിക് സ്ട്രക്ചറേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഷൂട്ടും എല്ലാം നീണ്ടുപോയപ്പം 3D എന്നുള്ള പ്ലാൻ സ്വാഭാവികമായും നടക്കാതെ വന്നു. പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. വിജയേട്ടാ, ഈ തുടക്കത്തിൽ ഇപ്പം ഇത്രയും വർഷം എടുത്തല്ലോ, ഇപ്പൊ ആദ്യമുള്ള നടന്മാരെ തന്നെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇവർക്ക് ഓൾറെഡി തിരക്കുകളായി, ഇവർക്ക് സാമ്പത്തികമായിട്ട് ഇപ്പൊ എല്ലാവരും സാലറി ഒക്കെ കൂട്ടിയിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് ബാർഗെയിൻ ചെയ്യാൻ, പൈസ ഒക്കെ കൂട്ടിയ ആൾക്കാരെ കുറപ്പിച്ചോ അതോ? ഞങ്ങളൊരു കുടുംബമാണ്, ഞങ്ങൾ ആടെന്ന് പറയുന്ന കുടുംബമാണ്. അവരുടെ തിരക്കുകളൊക്കെ ആടിന് വേണ്ടി മാറ്റിവെച്ച് വരും എന്ന് വിശ്വസിച്ച് തന്നെയാണ് ഈ പ്രോജക്റ്റിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ തന്നെ ഓരോ ആക്ടറും ഇതിനകത്ത് സഹകരിച്ചിട്ടുണ്ട്. ഇത് അവർക്കും കൂടെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്, അവർക്കും കൂടെ വേണ്ട ക്യാരക്ടറാണെന്നുള്ളത്. പിന്നെ വളരെ മുമ്പ് തന്നെ പ്ലാനിങ് 2024 ഫെബ്രുവരിയിൽ നമ്മൾ അനൗൺസ് ചെയ്ത് അന്ന് തൊട്ട് തുടങ്ങിയ പ്ലാനിങ് ആണ്. ഏകദേശം 8 മാസം മുമ്പ് തന്നെ നമ്മളെല്ലാവരോടും പറഞ്ഞിരുന്നു. ഇരിക്കുന്ന സൈജു കുറുപ്പ് ഏകദേശം 4 പടം, ഇന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായക നടന്മാരിലൊരാളാണ്. അദ്ദേഹത്തിൻ്റെ 4 പടം മാറ്റി വെച്ചിട്ടാണ് അരപ്പടത്തിൻ്റെ പൈസയും വാങ്ങിച്ചിട്ട് ഈ പടത്തിന് വന്നിരിക്കുന്നത്. മെന്റൽ ബോണ്ടാണ്, ഞങ്ങളെല്ലാവരും തമ്മിലൊരു മെന്റൽ ബോണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പണ്ടത്തെ മലയാള സിനിമയാണ് ഫോളോ ചെയ്യുന്നത്. വാക്ക് കൊടുത്തു, വാക്കിന് പിന്നെ മാറ്റമില്ല. പേപ്പറുകളൊക്കെ എന്താണ്, പേപ്പർ കൊണ്ടൊന്നും നമ്മൾ ഈ കുടുംബത്തിലെ ഒരു അംഗവുമായിട്ടൊരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു ചർച്ച അല്ലെങ്കിൽ അസോസിയേഷനിൽ പോവുക അങ്ങനെയൊന്നും വിചാരിക്കുന്ന രീതിയല്ല. ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും, ആർട്ട് ഫ്രാഞ്ചൈസിലെ ഓരോ അംഗങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് ഈ സിനിമയെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവരും ആ ക്യാരക്ടേഴ്സിനെ സ്നേഹിക്കുന്നു. എനിക്കറിയാം ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും ഞങ്ങൾ തന്നെ പല സിനിമകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഷൈജുവും ഞാനുമായിട്ട് പോയിട്ടുണ്ട്. എന്നെ ഷമീർ സാറേ എന്നും ഷൈജുവിനെ അബു എന്നുമാണ് വിളിക്കുന്നത്. ഞങ്ങൾ ചിലപ്പോൾ അറിയാതെ തിരിഞ്ഞു നോക്കാതെ പോകും. അപ്പോൾ ചോദിക്കും ജാടയാണോ എന്ന്. അപ്പോഴാണ് നമ്മളെയാണല്ലോ വിളിച്ചതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പം അത്രമാത്രം എന്നോട് ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ പോകുമ്പോൾ പലയിടത്തും പോകുമ്പോൾ ശശിയാശാലി എന്നാണ് വിളിക്കണേന്ന്. അപ്പം അതാണ് അതിൻ്റെ. അപ്പം അത്രയും മാത്രം അവർ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സിനിമയായിട്ട് വളരെ വളരെ നല്ല രീതിയിൽ എല്ലാ ആക്ടേഴ്സും ഓരോ എനിക്ക് ജയസൂര്യ തൊട്ടിട്ട് വേറെ ഒരു സിനിമയും ജയസൂര്യ സിനിമയുടെ സമയത്ത് ചെയ്തിട്ടില്ല. 6 മാസം എന്ന് പറഞ്ഞത് 10 മാസത്തോളം ഷൂട്ട് പോയി, 10 മാസത്തോളം. അതിനുശേഷം ലുക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ ഹോഴ്സ് റൈഡിങ് പഠിക്കാനായിട്ട് കുറേ സമയം അവരെടുത്തു. അതിൻ്റെ പഴയ കാലത്തെ ഇപ്പം മേക്കപ്പിനും കോസ്റ്റ്യൂമിനും തന്നെ ഓരോ ദിവസവും 1-2 മണിക്കൂറൊക്കെ ഓരോ ക്യാരക്ടേഴ്സിന് എടുക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സമയം. പിന്നെ ഇവരിട്ടിരിക്കുന്ന കോസ്റ്റ്യൂമൊന്നും അത്ര ഹെവി ലൈറ്റ് വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും അല്ല. ഞാനിടയ്ക്ക് ചോദിച്ചു, ഈ രാജാക്കന്മാരൊക്കെ പണ്ട് ഇങ്ങനെയായിരുന്നോ, രാവിലെ എണ്ണീട്ട് ഇതൊക്കെ ഇട്ട് ഇങ്ങനെയാണോ ഇറങ്ങി നടക്കാറ്? ഈ സാധനവും വെച്ചിട്ടാണ് അവരൊക്കെ യുദ്ധത്തിന് പോകുന്നത്. ബിക്കോസ് ആ തലയിലിരിക്കുന്ന ഹെൽമെറ്റിന് ഏകദേശം 3 കിലോയോളം ഭാരമുണ്ട്. അപ്പോൾ അത് സ്റ്റെഫി എന്ന് പറയുന്ന ഞങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ 5 മാസം കണ്ടാണ് ഇതിൻ്റെ പ്രൊക്യൂർമെൻറ്റിന് മാത്രം നടന്നിട്ടുള്ളത്. സ്റ്റെഫി പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അതായത് രാജസ്ഥാൻ, ഡൽഹി, നോർത്ത് ഇന്ത്യയിൽ മൊത്തം, അതുപോലെ ഹൈദരാബാദ്, അങ്ങനെയുള്ള പല സിനിമകളിൽ നിന്ന് കൂടാതെ ഇന്ത്യയിലെ വലിയ ഇതവനാൽ പീരിയോഡിക് സിനിമ ചെയ്തിട്ടുള്ള മറ്റുള്ള കോസ്റ്റ്യൂം ഡിസൈനേഴ്സുമായിട്ടും കൂടെ കൺസൾട്ടൻ്റായിട്ട് വെച്ചിട്ടാണ്
നമ്മൾ അത് അവരുടെ നിന്നും കൂടെ ഒക്കെ ബോറോ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും കഷ്ടപ്പെട്ടാണ് സിനിമ. ആ 10 മാസത്തോളം എൻ്റെ ഷൂട്ട് നടന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുമാത്രം ആ ആക്ടേഴ്സ് ഈ സിനിമയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം. സോ ബോണ്ടും കാര്യങ്ങളൊന്നുമില്ല, വാക്കാണ്. ഇവരില്ലാതെ എന്ത് സിനിമ? അതൊക്കെ അവർക്കും അറിയാം. നേരത്തെ ഇതിൻ്റെ കഥ അല്ലേ ഉണ്ടാവുന്നു, ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവുന്നൊക്കെ ഉള്ള അറിയാം. പിന്നെ ഈ പാപ്പനൊക്കെ രക്ഷപ്പെടത്തില്ലെന്നൊക്കെ ഇതും ചുമ്മാ ഒരു നമ്പർ അടിച്ചതാ. ഇപ്രാവശ്യം രക്ഷപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അല്ല ഷൂട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് അത് ചെയ്യുള്ളൂ. അത് സ്ക്രിപ്റ്റ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുന്നത് തന്നെ ഇതിൻ്റെ ഒരു ആദ്യ ഭാഗം ഒരു 2 സിനിമയിൽ നമ്മൾ ആട് ഫ്രാഞ്ചൈസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ഭാഗം ഷൂട്ട് ചെയ്യാം എന്ന് കരുതി തന്നെയാണ് ഇറങ്ങിയത്. അതിൻ്റെ ഒരു അടുത്ത ഭാഗം വരുന്നതിൻ്റെ ഒരു ചെറിയ പ്രിലൂഡ് മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത ഈ പാർട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അടുത്ത ഭാഗത്തിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് ഇഷ്ടപ്പെട്ടു എന്നൊരു ഗ്രീൻ സിഗ്നൽ തന്നാൽ നമ്മളത് തുടങ്ങുന്നതാണ്, എത്രയും വേഗം തുടങ്ങുന്നതാണ്. ഇതിന് എഴുതുമ്പോൾ ഇത്ര വലിപ്പം ഉണ്ടായിരുന്നു സിനിമയ്ക്ക്, എഴുതുന്ന സമയത്ത് ഇത്ര വലിപ്പം ആയിരുന്നു, എഴുതി കഴിഞ്ഞ് പിന്നീട് പ്രൊഡ്യൂസറിനെ ഇത് ബോധ്യപ്പെടുത്തണോ ഇത്രയും വലിപ്പം കൊണ്ട് ഇത്രയും പണം ചെലവാകും, ആ സമയം എങ്ങനെയായിരുന്നു? എഴുതുമ്പോൾ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ ശമ്പളത്തിന്റെ കാര്യമൊക്കെ വന്നല്ലോ, നെഗോസിയേഷന്റെ കാര്യമൊക്കെ, എല്ലാവർക്കും വാരിക്കോരി ശമ്പളം കൊടുത്തേക്കാന്നൊക്കെ കരുതിയാണ് നിർമ്മാതാവ് വരുന്നത്. പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പ്ലാനെല്ലാം തകിടം പറിച്ചത്. കാരണം ബഹുഭൂരിപക്ഷ ശമ്പളവും നമുക്ക് സ്ക്രീനിലേക്ക് കാണിക്കാൻ ആവശ്യമായി വന്നു. അപ്പോൾ ആ വലിപ്പം നമ്മൾ എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിങ്ങനെ ചലഞ്ചിങ് ആവും നമുക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിജയചേട്ടൻ വേണുചേട്ടനെ കൂടി പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അങ്ങനെ ഒരു സ്കോപ്പുള്ള ഒരു വലിയ സംരംഭമാണ് ആട് 3. അപ്പോൾ അത് 2 പാർട്ട് സിനിമയായിട്ട് കൺസീവ് ചെയ്തു. അതിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എക്സിക്യൂഷൻ കഴിഞ്ഞു, ഒരു പ്രിലൂഡും ചെയ്തിട്ടുണ്ട്. പ്ലസ് സെക്കൻഡ് പാർട്ടിൻ്റെ സ്ക്രിപ്റ്റ് തീർത്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ സ്വീകരണത്തിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഷൂട്ടിങ്ങിലേക്ക് കടക്കുന്നതാണ്. ഇനി ഇതാ ഞാൻ പറയുന്നു, റെഡിയാണ്. ചുമ്മാ ഹൈദരാലി ഉണ്ടെന്നുള്ള വരവറിയിച്ചതല്ലേ, എല്ലാം റെഡിയാണ്. മെയിൻ കഥാപാത്രങ്ങളെല്ലാം ഇത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ട്രെയിലറിൽ കണ്ടമല്ലോ, ഒരാൾ വേറൊരു നമ്മുടെ ഹോളിവുഡിൽ നിന്നും ഒരു ആക്ട്രസ് വരുന്നുണ്ട്, അലിയ ബോൺ എന്നാണ് അവരുടെ പേര്. ഓൾറെഡി നിങ്ങൾ ട്രെയിലർ കണ്ടാണ്. അതാണ് മെയിൻ കഥാപാത്രം. പിന്നെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ വന്നും പോയി ആട് 2-ലും 1-ലും ഉള്ള പോലെ തന്നെ വന്നും പോയി നിൽക്കും. അത് തീർക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ചോദിച്ചോ എന്താണ്? എന്താ? ഇല്ല ഇല്ല ഇല്ല. ശരിക്കും ആടിന് ശേഷം 2 ത്രില്ലേഴ്സ് വന്നു. 5-ാം പാതിര വന്നു, അബ്രഹാം ഓസ്ലർ ചെയ്തു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ഒരു സീരീസും പൂർത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ആടിൻ്റെ ഷൂട്ടിലേക്ക് കടന്നത്. അപ്പോൾ ത്രില്ലർ അതിനിടയിൽ ഗരുഡൻ എഴുതി, ഫീനിക്സ് ചെയ്തു. അപ്പോൾ ത്രില്ലേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഐ ലൈക്ക് ദാറ്റ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ജോണറുകളിൽ ഒന്ന് തന്നെയാണ്. വേണമെങ്കിൽ പ്രിയപ്പെട്ട ജോണർ എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോൾ കോമഡി സേഫ് സോൺ എന്ന് പറയുമ്പം ആക്ച്വലി കോമഡിയാണ് ബുദ്ധിമുട്ട്. കാരണം ത്രില്ലർ ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ത്രില്ലൊക്കെ അടുപ്പിച്ച് ചിലപ്പോൾ രക്ഷിച്ചെടുക്കാനൊക്കെ പറ്റിയേക്കും. പക്ഷേ ഹ്യൂമറിന് നമ്മൾ ഒരു ഹ്യൂമർ സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ പോയി. അപ്പോൾ ലോക സിനിമയിൽ ആക്ച്വലി എല്ലാവരും പറയുന്നത് എടുത്ത് ഫലിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോണറാണ് കോമഡി. അതെന്തുകൊണ്ടോ ആദ്യം തന്നെ ഓം ശാന്തി ഓശാനിയിൽ തുടങ്ങിയപ്പോൾ അതെ പല ഏജ് ഗ്രൂപ്പിനും പല ഹ്യൂമർ, അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ഹ്യൂമറിന്. അപ്പോൾ അതെന്തുകൊണ്ടോ ഓം ശാന്തി ഓശാനിയിൽ അത് ക്ലിക്കായപ്പം അതിൻ്റെ ഒരു നാക്ക് പിടിച്ച് നമ്മൾ കുറച്ച് സിനിമകൾ ചെയ്തതാണ്. അത് ആടിലും വർക്കൗട്ടായി. അപ്പോൾ പിന്നെ പ്രിയപ്പെട്ട ജോണർ ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോൾ ത്രില്ലേഴ്സ് ചെയ്തു. നമ്മൾ ഓൾറെഡി ആട് 3, ആട് 2-ന്റെ സമയത്ത് അനൗൺസ് ചെയ്തതാണ്. തിരിച്ചു വീണ്ടും നമ്മൾ ഹ്യൂമറിലേക്ക് വരുന്നു. ഇത്തവണ നമ്മൾ പുതിയൊരു ആടുമായിട്ട് വരികയാണ്. 8 വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു ആടുമായിട്ട് വരുന്നു.
അപ്പൊ ഇതിനകത്ത് പിന്നെ ഇപ്പൊ വിവാദമല്ല, ഇടയ്ക്ക് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഐറ്റം ഡാൻസിനെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ നമുക്ക് ആട് കാണാൻ ഐറ്റം ഡാൻസിന് ആവശ്യമൊന്നുമില്ല, ആടെല്ലാം പോയി കണ്ടോളൂ. അപ്പൊ ഇതാരാണ് ഈ ഐറ്റം ഡാൻസ് ശരി, എന്നോടാണോ അത് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? പ്രൊമോഷൻ ട്രിക്ക് ആയിട്ട് ചെയ്തതാണോ ഇത്? ആക്ച്വലി നമ്മൾ ആടിനകത്ത് ഐറ്റം സോങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. നമ്മൾ ഫാമിലി സിനിമ ആയതുകൊണ്ട് നമ്മളൊരു ഡാൻസ് സെറ്റ് ചെയ്യും, ഒരു എന്റർടൈൻമെന്റ് ഡാൻസ്. കഴിഞ്ഞ പ്രാവശ്യം നിക്കോളും സോണലുമാണ് കളിച്ചത്. അതങ്ങനെ ഒരു ഐറ്റം സോങ് പരിപാടിയായിട്ടില്ല. നമ്മളൊരു നന്നായി ഒരു ഹെവി ഡാൻസ് ചിത്രീകരിക്കുക, ആ സോങ് എന്റർടൈൻമെന്റ് ആകുക എന്നുള്ളതാണ് നമ്മുടെ മുഖമുദ്ര. കാരണം ഒരിക്കലും നമുക്കൊരു ഐറ്റം സോങ് വെച്ചിട്ട് നമുക്ക് യു സർട്ടിഫിക്കേഷൻ കിട്ടില്ല. അത് സെൻസർ ബോർഡിന്റെ പാരാമീറ്റേഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ഡാൻസ് ആണ് ആക്ച്വലി എല്ലാ ആടിലും നമ്മൾ പാർട്ട് 2 മുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ രാവിലെ ഒരു ദിവസം കണ്ണൂർ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിഖില ഐറ്റം ഡാൻസ് കളിക്കുന്നു എന്നും പറഞ്ഞ് വലിയ വാർത്ത. അപ്പൊ എന്നോട് ഡയറക്ടർമാർ സുഹൃത്തുക്കൾ തന്നെ 1-2 പേര് ചോദിച്ചു, നിഖില ഡാൻസ് കളിക്കുന്നുണ്ട്? അപ്പൊ ഞങ്ങൾ ഇതൊന്നും അറിയാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. നിഖിലിനോട് ചോദിച്ചപ്പോൾ നിഖില അന്ന് പടം വരട്ടെ പറയാമെന്ന് പറയുകയും ചെയ്തു. ആക്ച്വലി നിഖിലയുടെ ഐറ്റം ഡാൻസ് ഒന്നും ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഇല്ല. നമുക്ക് ഡാൻസ് ഉണ്ട്, അത് ഈ പറഞ്ഞ പോലെ ഒരു ആള് വന്ന് നമുക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് നിഖില അല്ല. എന്താന്ന് വെച്ചാല് ഒരു സിറ്റുവേഷന് അനുയോജ്യമായിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ടല്ലേ ഡാൻസ്. ഇപ്പം ഒരു കൊള്ള സംഗീതത്തിൽ ഡാൻസ് കളിക്കുമ്പോൾ ഭരതനാട്യത്തിന്റെ ഡ്രസ്സ് ഇട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈ സിനിമയിൽ കഥാപരമായിട്ട് എങ്ങനെയാണോ അത് ചിത്രീകരിക്കേണ്ടത് അങ്ങനെയാണ് ചിത്രീകരിക്കുക. അതിനെ ഐറ്റം ഡാൻസ് എന്നൊന്നും വിശേഷിപ്പിക്കാനായിട്ട് ഞങ്ങളില്ല. അത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതിനകത്തുണ്ട്. അത് ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുയോജ്യമായിട്ട് എങ്ങനെയാണോ ചിത്രീകരിക്കേണ്ടത്, എന്ത് കോസ്റ്റ്യൂമാണോ ഇടേണ്ടത്, അതാണ് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല ഇനി അടുത്ത് നമ്മുടെ പ്രൊമോഷൻ മെറ്റീരിയൽ വരാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ തന്നെ സോങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ. ഈ പ്രമുഖ നടിന്റെ പേരെങ്ങനെ വന്നു അറിയില്ല. ചേടാ ഇത് വെച്ച് കണ്ടോ, എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഊരിയാ മതി. ഇത് തന്നെ വെച്ച് കണ്ടോ, നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, അതാ പ്രശ്നം. ആടെന്ന് പറയുന്ന ഒരു മാസ് ഫിലിമാണ്. അപ്പം എല്ലാ ഒരു മാസ് വൈഡ് റിലീസാണ് ഉണ്ടാവുക. എല്ലാ തിയേറ്ററിലും അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടോ. പിന്നെ അത് നാളെ ഒന്നാമതേ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം 3Dയിലൊക്കെ ഷൂട്ട് ചെയ്യാം. പിന്നെ അത് ഞങ്ങളൊന്ന് ഡിബേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫ്രാഞ്ചൈസി ഇങ്ങനെ ആയിരുന്നു, ഇനിയും ഇതിന്റെ ഭാഗങ്ങളുണ്ട്, സ്പിൻ ഓഫ്സ് വരാം, പല പല കാര്യങ്ങൾ ആടിന് റിലേറ്റഡ് ആയിട്ട് വരാം. അപ്പൊ അതെല്ലാം ഇത് ഒരു വട്ടം ഒരെണ്ണം 3D ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിസ്റ്റിക്കലി എല്ലാം അങ്ങനെ തന്നെ പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെയാണ്. നാളെ ഇതിന്റെ ഒരു സ്പിൻ ഓഫോ എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇത് 3Dയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സൈജേട്ടനാണ് 3Dയുടെ ഒരു ഐഡിയ പറഞ്ഞിരുന്നത്. അപ്പൊ അതേപോലെ ആർട്ടിസ്റ്റുകൾ വേറെ എന്തെങ്കിലും ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട്? ഒരുപാട് ഇതിനകത്ത് ഒരുപാട് നേരത്തെ മൃദു പറഞ്ഞ പോലെ ഒരുപാട് ഇംപ്രവൈസേഷൻ. നിങ്ങൾ ആട് 2ലും 1ലും ചിരിച്ചിട്ടുള്ള പല ഹ്യൂമറുകളും അതിന്റെ കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് ആക്ടേഴ്സിന്റെ കയ്യിൽ നിന്നാണ്. അത് ആടിൽ നമ്മൾ മിഥുൻ ആ ഫ്രീഡം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. കോൺട്രിബ്യൂഷൻസ് ആ വെൽക്കം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ആട് 3 എന്ന് പറയുന്നത് ഓൾറെഡി സ്ക്രിപ്റ്റ് ലെങ്ത് കൂടുതലാണ്. നമുക്കറിയാം ലെങ്ത് കൂടുതലാണ്. 100 സീൻ ഉണ്ടെങ്കിൽ ഒരു സീനിൽ 1 മിനിറ്റ് വെച്ച് ഇംപ്രവൈസേഷൻ കയറുമ്പോൾ തന്നെ 100 മിനിറ്റ് കൂടുന്നു. അപ്പം നമുക്ക് തിയേറ്ററിൽ വരുമ്പോൾ ഇതിന് എടുക്കാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് അങ്ങനെയാണ് ഡിബേറ്റ് ചെയ്യുന്നത്. മോശമായതുകൊണ്ടല്ല, ആക്ടേഴ്സ് പറയുന്ന ചില സജഷൻസ് ഒക്കെ ബ്രില്യൻ്റ് ആണ്. പക്ഷേ ഒന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഏജ് ഗ്രൂപ്പിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഇപ്പം ഇന്ന് ഒരു 15 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്യുന്ന കോമഡിയുടെ പാറ്റേൺ വേറെയാണ് അവരുടെ. എന്നാൽ 60 വയസ്സ് ഉള്ള ഒരു മുതിർന്ന സിറ്റിസൺ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഹ്യൂമർ വേറെയാണ്. ആടിന്റെ ഓഡിയൻസ് ഇത് രണ്ടുമാണ്. 15 വയസ്സും 60 വയസ്സും 70 വയസ്സുമാണ്. അപ്പൊ അവർക്കും മനസ്സിലാവണം പറയും. അപ്പൊ ആ ഒരു ബാലൻസിങ് ആക്ട് കൊണ്ടുവരിക. അതിനോടൊപ്പം തന്നെ ആട് 3ൽ ശക്തമായ ഒരു സ്റ്റോറി ഉണ്ട്. ഇപ്പൊ ആട് 1ല് നീലക്കൊടുവേലില് പുറകെ പോയി, ഇതില് ആട് അല്ലെങ്കിൽ കമ്മട്ടത്തിന്റെ പുറകെ പോയി. ഇതിൽ കുറച്ചും കൂടെ ഈ 2 ടൈം ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സമയവും ആ സ്റ്റോറി എസ്റ്റാബ്ലിഷനും അതും ഞങ്ങൾക്ക് വേണം. അപ്പൊ അതുകൊണ്ടാണ് കോമഡികൾ ഡിബേറ്റ് ചെയ്ത് അതിൽ ആ ബാലൻസിങ് ആക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പോയിക്കൊണ്ടിരുന്നത്. ഇവരുടെ ലുക്ക് ബേസ് ആണെങ്കിലും പഴയ ആട് നമ്മൾ 1-2 കണ്ട് അതേപോലെ തന്നെ ലുക്ക് ബേസിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എത്ര നാളത്തേക്ക് ഒരു ആർട്ടിസ്റ്റ് നമുക്ക് വേണ്ടി ചെലവ്? നേരത്തെ പറഞ്ഞ സൈജു കുർബാണി 4 പടം
ഒഴിവാക്കിയിട്ട് വരണം. അപ്പം ഓരോ ആർട്ടിസ്റ്റുകൾ എത്ര സമയം നമുക്ക് വേണ്ടി ഷൂട്ടിന് മുമ്പ് തന്നെ തയ്യാറെടുപ്പ് വേണ്ടി വന്നിട്ടുണ്ട്? ഇതിൽ ഇപ്പം നമ്മൾ പാസ്റ്റ് ടൈം ലൈനാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും പഴയ കാലഘട്ടത്തിൽ നമ്മൾ ആ ട്രെയിലറിൽ കണ്ട രാജാവിൻ്റെ ആ ലുക്കുകളിലാണ്. അപ്പോൾ അത് തന്നെ ചിത്രീകരണം ഏകദേശം ഒരു 4-5 മാസത്തോളം പോയി. അപ്പോൾ അത്രയും കാലം അവർ ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ അത് ബ്രേക്ക് ചെയ്തിട്ട് പ്രസന്റ് ടൈം ലൈനിലേക്ക് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഗെറ്റപ്പുകൾ പിടിച്ചു. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു, കാരണം നമ്മുടെ കണ്ടിന്യൂറ്റി ഗെറ്റപ്പാണല്ലോ. പക്ഷേ മറ്റേ കാലം ഇതിനെ ലുക്കും വെച്ച് ഒരുപാട് കാലം അത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കേണ്ടതായിട്ട് വന്നു. ബേസിക്കലി ഒരു 4-5 മാസം ഒരു ലുക്കിൽ തന്നെ നടക്കേണ്ടി വന്നിട്ടുണ്ട് ആ പാസ്റ്റ് ടൈം ലൈൻ്റെ ഒരു ലുക്കിൽ. ഈ ആടിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയത് ഈ ഷാൻ ചെയ്തു വെച്ച ആ ഒരു BGM സംഭവം തന്നെയാണ്. ഇതിനകത്തേക്ക് വരുമ്പോൾ അതിനകത്ത് ഈ ട്രെയിലറിൽ കുറച്ചും കൂടി എന്തൊക്കെയോ ആഡഡ് ആയിട്ട് തോന്നുന്നത്. പടത്തിലും അങ്ങനെ തന്നെയാണോ, അതോ ആ ഒറിജിനൽ സാധനം കീപ്പ് ചെയ്യാൻ? ഒറിജിനൽ സാധനം കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ഷനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ചിലയിടങ്ങളിൽ സീൻ എലിവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രെയിലറിൽ കേട്ട പോലുള്ള ചില ചെറിയ ട്വീക്കിങ്ങൾ, മൊത്തത്തിലൊരു റീമിക്സ് പരിപാടിയിലേക്ക് നമ്മൾ പോയിട്ടില്ല. ചില ട്വീക്കിങ്ങൾ മാത്രം നമ്മൾ വരുത്തുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് അത്രയും ക്യാരക്ടേഴ്സിനെ ചുരുങ്ങിയ സമയത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്. അപ്പം നമുക്കിത് ഈ മീറ്റ് ആൻഡ് ഗ്രീറ്റും ചോദ്യങ്ങളും ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഇനി നമുക്ക് കൊച്ചുവർത്താനങ്ങൾ പറയാം പേഴ്സണലി. അപ്പൊ ക്യാമറകളെല്ലാം ഓഫ് ചെയ്ത് നമുക്ക് സൈഡിലോട്ട് വെച്ചിട്ട് അങ്ങനെ തന്നെയായിരിക്കും. എല്ലാ ക്യാരക്ടറിനെയും പുതിയ ക്യാരക്ടർ അഡീഷൻസിനെയും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും സ്വാഗതം ചെയ്യുക. അത് ആടിന്റെ ഒരു കീഴ്വഴക്കമാണ്. അനങ്ങിയ നമ്മൾ മാസം ട്രീറ്റുകളെ അങ്ങനെയാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അവതരിപ്പിക്കുക. നമ്മുടെ ഒരു പടത്തിന്റെ ഒരു രീതിയും സ്റ്റൈലും അങ്ങനെയാണ്. അപ്പോൾ ഇവര് പറഞ്ഞതൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പടം ഗംഭീരമായിരിക്കും എന്ന് പറയാൻ മറ്റേ അന്ധവിശ്വാസങ്ങൾക്കൊക്കെ തലയിൽ കയറും. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട്, അത് ഹൈദരാബാദിന് ഒരുമാതിരി ഒരു ചിരിയിരിച്ചത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും, ഒരു ഹോൾസം എന്റർടൈനർ ആയിരിക്കും. ആദ്യമായിട്ട് പല ലാംഗ്വേജിലും ഇതിന്റെ ട്രെയിലർ റിയാക്ഷൻ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും ട്രെയിലർ റിയാക്ഷൻ ഏതൊക്കെ ലാംഗ്വേജിൽ നിന്ന് വന്നെന്ന് നോക്കലായിരുന്നു പണി. ഹിന്ദി, പഞ്ചാബി, ബംഗാളി, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസിലെ ഓഡിയൻസിലേക്ക് നമ്മുടെ ട്രെയിലർ എത്തി എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. അതിനകത്ത് 1-2 ട്രെയിലർ റിയാക്ഷനിൽ അവർ പറഞ്ഞത് 1ഉം 2ഉം കണ്ടിട്ടില്ല, ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന്. അത് എങ്ങനെ അവർക്കത് അവരുടെ കണ്ണിലേക്ക് എത്തിയെന്നുള്ള അറിയില്ല, പക്ഷേ ദേ ലൈക്ഡ് ഇറ്റ്. ആൻഡ് അവർ ക്യാരക്ടേഴ്സിൻ്റെ പേര് റിയാക്ഷൻ പോകുമ്പോഴത്തേക്കും ക്യാരക്ടേഴ്സിൻ്റെ പേരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് സന്തോഷം നൽകി. താങ്ക് യു. ആ ഓഡിയൻസിന് വേണ്ടി ആട് 2 നമ്മൾ എല്ലാ ലാംഗ്വേജിലും ഡബ് ചെയ്ത് അടുത്ത ദിവസം തന്നെ അത് യൂട്യൂബിലൂടെ തന്നെ റിലീസ് ചെയ്യാണ്. അപ്പം ആ ഫ്ലേവർ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ മാനറിസം അവർക്ക് മറ്റുള്ള ഭാഷയിൽ, ഇപ്പോൾ മലയാള സിനിമയെ ഒരുപാട് നോൺ മലയാളീസ് കാണാൻ ശ്രമിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അനീസ് നാടോടി ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരാളാണ്. നമ്മുടെ ആർട്ട് ഡയറക്ടറാണ്. എത്രയോ മാസങ്ങളും ദിവസങ്ങളും അദ്ദേഹം വെയിലും മഴയും ഒക്കെ കൊണ്ട് ഇതിൻ്റെ ഗംഭീരമായ സെറ്റുകൾ ഒരു വട്ടമല്ല, ചില സെറ്റുകളൊക്കെ 2-3 വട്ടം അതേപോലെ ഇറക്ട് ചെയ്തുകൊണ്ട് മഴ കാരണം പലതും പൊളിഞ്ഞൊക്കെ പോയി. അനീസിന് കൊടുക്കാം. താങ്ക് യു സർ, താങ്ക് യു ഫോർ കമ്മിങ്. പറഞ്ഞ പോലെ എല്ലാവരെയും പോലെ തന്നെ എക്സൈറ്റഡ് ആണ് ആട് 3ന്റെ കാര്യത്തിൽ. അപ്പം എന്നെപ്പോലൊരു മനുഷ്യന് കരിയറിൽ ചെയ്ത ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ്. ഇങ്ങനൊരു പ്രോജക്റ്റ് ചെയ്യാൻ മുന്നോട്ട് വന്ന പ്രൊഡക്ഷൻ കമ്പനികൾ, ഫ്രൈഡേ ഫിലിംസിനെയും കായ ഫിലിംസിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എൻ്റെ ഒരു ടീം പോലെ ഓൾമോസ്റ്റ് ഒരു 300 ദിവസത്തെ സ്പാനിലാണ് നമ്മൾ 130 days ഷൂട്ട് ചെയ്തത്. മഴയോടും കാലാവസ്ഥയോടൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടും ഫൈറ്റ് ചെയ്തിട്ടുമാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്.
ആൻഡ് നിങ്ങൾക്ക് അതിനൊരു ഗ്രാൻഡിയർ ട്രെയിലറിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ചെറിയൊരു സൂചന. അപ്പം നമ്മളിട്ടത് ബേസിക്കലി സെറ്റിൻ്റെ കാര്യത്തിൽ സംസാരിക്കുകയാണെങ്കിൽ വി വർ നോട്ട് പുട്ടിങ് ജസ്റ്റ് സെറ്റ്സ്, വലിയൊരു എൻവിറോൺമെന്റ് തന്നെയാണ് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ സെറ്റിൻ്റെയും കാര്യത്തിൽ ജസ്റ്റ് ഒരു സെറ്റ് പീസ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു വലിയൊരു എൻവിറോൺമെന്റ് വൈസ് തന്നെ ആ ഒരു ഏരിയനെ എക്സ്പ്ലോർ ചെയ്യാൻ പ്രൊഡക്ഷൻ കമ്പനീൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഇത്രയും നല്ലൊരു ടീം വർക്കും കരിയർ വൈസിൽ ഇറ്റ് ഈസ് മൈ 28ാമത്തെ പടമാണെന്ന് തോന്നുന്നു. ബട്ട് ഇത്രയും ഭംഗിയായി ഇത്രയും ആവേശത്തോടു കൂടി ഒന്നാം നാൾ മുതൽ ഏറ്റവും അവസാന ദിവസം വരെ ഇപ്പോൾ തിയേറ്ററിൽ റിലീസിന് വേണ്ടി എല്ലാവിധ സർവ്വസന്നാഹങ്ങളോട് കാത്തുന്നൊരു സിനിമ വേറെ ഇല്ല. സോ ഐ എം റിക്വസ്റ്റിംഗ് യു ഓൾ ടു റീച്ച് തിയേറ്റർ വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓൺ March 19th. താങ്ക് യു. എൻ്റെ ശബ്ദം പോയിരിക്കുകയാണ്. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണിത്. ഇത് ഒത്തിരി സന്തോഷം. വിജയേട്ടനോടും എല്ലാവരോടും ഇതിനോടും എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ ഇതൊരു സംഭവമായി മാറും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ എല്ലാവരുടെയും കൂടെയുള്ള കഷ്ടപ്പാട് ഇത് അടിപൊളിയാവും. എല്ലാവരും കൂടെ നിൽക്കണം. താങ്ക് യു. ആട് 3യുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇത്രയധികം മീഡിയ സുഹൃത്തുക്കൾ ഇവിടെ വന്നതിലും സഹകരിക്കുന്നതിലും ഒരുപാട് സന്തോഷം. എല്ലാവരും എല്ലാ കാര്യവും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മാർച്ച് 19-ാം തീയതിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. താങ്ക് യു.